ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് കൺസ്യൂമർ കോടതിയെ സമീപിക്കാൻ സാധിക്കും? ഒരു വ്യക്തി ഉപഭോക്താവ് എന്ന നിലയിൽ ചില സാഹചര്യങ്ങളിൽ കൺസ്യൂമർ കോടതിയെ സമീപിക്കാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ തന്നെ അത് കേടാണ്, ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതൊരു ഗുണമേന്മ ഇല്ലാത്തതാണ് നമുക്ക് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ കൺസ്യൂമർ കോടതിയെ സമീപിക്കാം. അതല്ലാതെ ഒരു വാറണ്ടി പീരീഡിൽ തന്നെ അത് കേടായിട്ടും അവരത് മാറ്റിത്തരാൻ തയ്യാറാവാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് കൺസ്യൂമർ കോടതിയെ സമീപിക്കാം. ഇനി അതല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ്, ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജുകളിൽ അമിതമായിട്ടുള്ള ഫീസ്, കൂടാതെ ചിലപ്പോൾ ചില പരസ്യങ്ങളിൽ വലിയ വാഗ്ദാനങ്ങൾ പറയുകയും പ്രാവർത്തികമാക്കുന്ന സാഹചര്യത്തിൽ അത് പാലിക്കാതെ വരികയും ചെയ്യാറുണ്ട്. ഇതിനെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ MRP എത്രയാണോ കാണിച്ചത് അതിലധികം പണം ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതും കൺസ്യൂമർ കോടതിക്ക് പരാതിക്ക് കാരണമാണ്. ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ഷോപ്പിംഗ് വളരെ കൂടുതലാണ്. ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത വസ്തു അല്ലാതെ നമുക്ക് വേറൊരു വസ്തു ആയിരിക്കും, ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും നമുക്ക് ഒരു സാധനം കിട്ടുക. അതേപോലെ തന്നെ നമ്മൾ റീഫണ്ടിന് പറഞ്ഞിട്ട് റീഫണ്ട് നൽകാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം തുടങ്ങിയ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും കൺസ്യൂമർ കോടതിയെ നമുക്ക് സമീപിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വകാര്യ ആവശ്യത്തിനായിട്ട് വാങ്ങിയ സാധനങ്ങൾക്കാണ് സാധാരണയായിട്ട് ഈ ഒരു നിയമം ബാധകമാവാറ്. വ്യാപാര ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ സാധനങ്ങൾക്ക് സാധാരണയായിട്ട് കൺസ്യൂമർ കോടതിയിൽ അതിൻ്റെ മേലുള്ള ഡിഫക്റ്റുകൾക്ക് നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസ് നിൽക്കാറില്ല.